control room. There are 12 people in that boat and no messages has been received yet. The rescue team has gone out to search. ജാക്സൺ 4 ആ ബോട്ട് കടലിൽ മുങ്ങിയിട്ട് ഇന്നേക്ക് 3 ദിവസമായി. ഒരു സന്ദേശം പോലും ലഭിക്കാതെ പൂർണ്ണമായും ആ ബോട്ട് പരിധി വിട്ടു പോയിരിക്കുന്നു. ഞങ്ങൾ സിഗ്നൽ വെച്ച് നോക്കുമ്പോൾ ആ ബോട്ട് എക്സ്ക്രാവോ കടൽ തീരത്തിന് 32 കിലോമീറ്റർ അകലെയും കടലിന്റെ 100 മീറ്റർ അടിയിലുമാണ്. അതിൽ ഓക്സിജൻ സിലിണ്ടറോ മറ്റൊരു സംവിധാനങ്ങളും ഇല്ല എന്നത് സ്ഥിരീകരിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എല്ലാവരും ഇപ്പോൾ മരിച്ചിട്ടുണ്ടാവണം. Rescue officer 3, sir, all are dead, but one is alive inside of the boat. സർ, എല്ലാവരും മരിച്ചിട്ടുണ്ട്, പക്ഷെ ഒരാൾ ഈ ബോട്ടിൽ ഇപ്പോഴും ജീവനോടെയുണ്ട്. റെസ്ക്യൂ ടീം ബോട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ശവശരീരങ്ങൾ ഒഴുകി നടക്കുന്നതിനിടയിലൂടെ ഒരു കൈ അദ്ദേഹത്തെ പിടിച്ചു വലിച്ചു. നൈജീരിയയിലെ എക്സ്ക്രാവോ കടൽ തീരത്ത് നിന്ന് 32 കിലോമീറ്റർ അകലെ എണ്ണ ടാങ്കറിലേക്ക് പോയ ബോട്ട് ശക്തമായ തിരമാലകൾക്കിടയിൽപ്പെട്ട് കടലിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങിയിട്ട് 3 ദിവസങ്ങൾക്ക് ശേഷം ജീവനോടെ തിരിച്ചു വന്ന ഒരാളുടെ ജീവിത നേർക്കാഴ്ചയിലേക്കാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. IMSC ക്ലാസ് കൊമേഴ്ഷ്യൽ എയർ റെസ്ക്യൂ ഡ്രൈവറായ ഹാരിസൺ ഒക്കേനിയെ എത്ര പേർക്കറിയാം? പാചകക്കാരനായ ഹാരിസൺ പിന്നീട് റെസ്ക്യൂ അംഗമായ കഥ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ മരണത്തിൽ നിന്നും തലനാരികക്ക് രക്ഷപ്പെട്ട പാചകക്കാരനായ ഹാരിസൺ ഒക്കേനിയുടെ അതിസാഹസികവും നാടകീയവുമായ ജീവിതകഥ 2013 മെയ് 26 നൈജീരിയയിൽ വെച്ചാണ് അരങ്ങേറി തുടങ്ങുന്നത്. കൈപുണ്യം കൈമുതലായി കിട്ടിയ ഹാരിസൺ ഒക്കേനി ബോട്ടിൽ പാചകക്കാരനായിരുന്നു തൻ്റെ കുടുംബത്തിനായുള്ള ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്നത്. ഹാരിസൺ ജോലി ചെയ്യുന്ന ബോട്ടിന്റെ ജോലി എന്തെന്നാൽ കടലിലിറങ്ങുന്ന എണ്ണക്കപ്പലുകളെ അനുഗമിക്കുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു നൽകുക എന്നതുമായിരുന്നു. കിട്ടിയ നിർദ്ദേശമനുസരിച്ച് ബോട്ട് പതിവ് പോലെ കൃത്യനിർവഹണത്തിനായി നൈജീരിയയിലെ എസ്ക്രാവോ കടൽ തീരത്തു നിന്നും 32 കിലോമീറ്റർ അകലെയുള്ള എണ്ണ ടാങ്കറിലേക്ക് പുറപ്പെട്ടു. കൂടെ മറ്റൊരു ഡെക്ക് ബോട്ടുമുണ്ടായിരുന്നു. ജാക്സൺ 4 എന്ന ബോട്ടിലാണ് 29കാരനായ ഹാരിസൺ ഒക്കേനി അന്ന് പാചകം ചെയ്തിരുന്നത്. അദ്ദേഹത്തെ കൂടാതെ മറ്റു 12 തൊഴിലാളികളും യാത്ര ചെയ്തിരുന്നു. ദിവസങ്ങളോളം യാത്ര ചെയ്തിട്ട് വേണം അവർക്ക് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരാനായിട്ട്. അങ്ങനെ ദിവസങ്ങൾ കഴിയവേ ഒരു ഞായറാഴ്ച ദിവസം പുലർച്ചെ ഹാരിസൺ തന്റെ ജോലിക്കായി ഉണരുന്നു. എന്നത്തെയും പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചൂടാക്കാൻ വെച്ച് ടോയ്ലറ്റിൽ പോയ ഹാരിസൺ പിന്നീട് കേൾക്കുന്നത് അതിഭയാനകമായ ഒരു ശബ്ദമാണ്. ശബ്ദത്തിന്റെ ശക്തി മൂലം ഹാരിസന് ഒന്ന് സ്തംഭിച്ചു നിന്നുപോയി. പുറത്താണെങ്കിൽ പേമാരിയും കൊടുങ്കാറ്റും. കാറ്റിന്റെ ശക്തി കൊണ്ട് ബോട്ട് തുടരെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഹാരിസൺ ആ ഞെട്ടലിൽ തന്നെ നിന്നുപോയി. ബോട്ട് ഇളകുന്നതിനനുസരിച്ച് ബാത്റൂമിലെ എല്ലാ വസ്തുക്കളും അങ്ങിങ്ങി ചിതറിക്കിടക്കുന്നു. ഹാരിസനും കാറ്റിന്റെ ഗതിക്കനുസരിച്ച് ഇളകി ടോയ്ലറ്റിന്റെ ഓരോ മൂലകളിലേക്കും വീണ് പരിക്ക് പറ്റുന്നു. ആ സമയം മറ്റു തൊഴിലാളികളെല്ലാവരും തന്നെ ഉറക്കത്തിലായിരുന്നു. പെടുന്നനെ ഒരു വൻ തിരമാല വന്ന് ബോട്ടിനെ വിഴുങ്ങി. നിമിഷ നേരം കൊണ്ട് ബോട്ട് തല കീഴായി മറിഞ്ഞു. ഉടനെ കടൽ വെള്ളം മുഴുവനും ബോട്ടിനുള്ളിലേക്ക് അടിച്ചു കയറി. രക്ഷപ്പെടുന്നതിന് വേണ്ടി വീണിടത്ത് നിന്ന് എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് ഓടിപ്പോയി. പക്ഷെ വെള്ളത്തിന്റെ ശക്തി കാരണം ആ വാതിൽ തുറക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. കറണ്ട് വിച്ഛേദിക്കപ്പെട്ടതിനാൽ ഒന്നും തന്നെ അദ്ദേഹത്തിന് കാണാനും സാധിച്ചിരുന്നില്ല. നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിൽ വാതിൽ തള്ളി തുറന്നു. പക്ഷെ വെള്ളമെല്ലാം ആ ബാത്റൂമിലേക്ക് അടിച്ചു കയറി. ഹാരിസൺ ശ്വാസം കിട്ടാതെ ബോട്ടിനുള്ളിലൂടെ നീന്തി നടന്നു. പുറത്തു കടക്കാനായി വാതിലുകളെല്ലാം തന്നെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ശ്വാസം ലഭിക്കാത്ത ഹാരിസൺ മറ്റു ജോലിക്കാരെ രക്ഷിക്കാനായി ശ്രമിച്ചെങ്കിലും ഹാരിസന്റെ സാഹസികത അവിടെ നിന്ന് തുടങ്ങുകയായിരുന്നു. കടൽ കൊള്ളക്കാരുടെ തുടരെയുള്ള ആക്രമണം ചെറുത്തു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ സെക്യൂരിറ്റി പ്രോട്ടോകോൾ അനുസരിച്ച് രാത്രികാലങ്ങളിൽ എല്ലാ ബോട്ടിന്റെയും വാതിലുകൾ ലോക്ക് ചെയ്യണമെന്നായിരുന്നു. ആ തീരുമാനമാണ് അവർക്ക് വിനയായത്. ബോട്ടിലെ മറ്റു റൂമുകളിലുള്ള വാതിലുകളെല്ലാം ഉള്ളിൽ നിന്നും പൂട്ടിയിരിക്കുന്നു. അത് കാരണം അദ്ദേഹത്തിന് പുറത്തുനിന്ന് തുറക്കാൻ കുറെ ഏറെ ശ്രമിച്ചു എങ്കിലും അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. പല വാതിലിന്റെയും അടുത്തുപോയി തട്ടി വിളിച്ചെങ്കിലും തിരിച്ചൊരു പ്രതികരണം പോലും കിട്ടിയില്ല. ഉറക്കത്തിലായിരുന്ന മറ്റു ജോലിക്കാർ എല്ലാവരും ആ ചെറിയ റൂമിൽ ശ്വാസം കിട്ടാതെ മരണവേദന അനുഭവിക്കുകയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ചെറിയൊരു ശ്വാസത്തിനായി അദ്ദേഹം വീണ്ടും പരക്കം പാഞ്ഞു. ശക്തമായ ഒഴുക്ക് അദ്ദേഹത്തെ ഓഫീസ് ക്യാബിനിലെ മറ്റൊരു ബാത്റൂമിൽ കൊണ്ടെത്തിച്ചു. അതിന്റെ ഒരു മൂലയിൽ ചെറിയൊരു എയർ പോക്കറ്റിൽ അദ്ദേഹം ജീവൻ നിലനിർത്തി. സമയം കഴിയുന്തോറും വെള്ളം ബോട്ടിന്റെ അകത്തേക്ക് ഇരച്ചു കയറി വന്നുകൊണ്ടേയിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വെള്ളത്തിന്റെ ഗതിക്കനുസരിച്ച് ബോട്ട് സഞ്ചരിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിയിലേക്ക് കൂപ്പുകുത്തി.
ഹരിസൺ ആവട്ടെ ആരുടെയും അടുത്തേക്ക് പോവാൻ കഴിയാതെ ചെറിയൊരു ശ്വാസത്തിന് വേണ്ടി ആ മൂലയിൽ തൂങ്ങി നിന്നു. കടലിന്റെ അടിത്തട്ടിൽ ആ ബോട്ടിന്റെ എയർ പോക്കറ്റിനുള്ളിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരുന്നു. കൺമുന്നിൽ കണ്ട എല്ലാ ദൈവങ്ങളെയും അദ്ദേഹം വിളിച്ചു ശക്തമായി ബോട്ടിലിടിച്ചുകൊണ്ട് അദ്ദേഹം കരഞ്ഞു. ആരും അദ്ദേഹത്തിന്റെ വിളി കേട്ടില്ല. മാത്രമല്ല, ഒരു ജീവന്റെ സാന്നിധ്യം പോലും അവിടെ ഇല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. 5 മിനിറ്റിൽ കൂടുതൽ വെള്ളത്തിനടിയിൽ ശ്വാസമെടുക്കാതെ ആർക്കും ജീവൻ നിലനിർത്താൻ കഴിയില്ല. ബോട്ട് മുങ്ങിയിട്ട് അരമണിക്കൂറുകളോളം പിന്നിട്ടിരിക്കുന്നു. മരണത്തിലേക്ക് കീഴടങ്ങിയ 11 തൊഴിലാളികളുടെ ശരീരത്തിൽ കൊത്തിപ്പറിക്കുന്ന മീനുകളുടെ ശബ്ദമല്ലാതെ മറ്റൊന്നും തന്നെ അദ്ദേഹത്തിന് അവിടെ നിന്നും കേൾക്കാനായില്ല. എങ്ങും ശാന്തത മാത്രം. കുറച്ച് സമയങ്ങൾക്കകം അദ്ദേഹം ജീവൻ നിലനിർത്തിയിരുന്ന ആ ചെറിയ എയർ പോക്കറ്റിലെ ഓക്സിജനും തീർന്നു തുടങ്ങി. അദ്ദേഹത്തിന്റെ തല ചുറ്റൽ അനുഭവപ്പെട്ടപ്പോൾ ഹരിസൺ അവിടെ നിന്ന് മറ്റൊരു എയർ പോക്കറ്റിനായി പരത്തി തിരഞ്ഞു നടന്നു. ആ സമയമാണ് ബോട്ടിനുള്ളിലൂടെ ഒഴുകി നടന്ന അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തിന്റെ ജീവനറ്റ ശരീരം അദ്ദേഹത്തിന്റെ കാലിൽ തടയുന്നത്. 30-ാം തീയതി എന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ്, തിരിച്ചെത്തിയിട്ട് വേണം വീട്ടിൽ പോവാൻ എന്ന് ആ സുഹൃത്ത് സന്തോഷത്തോടെ പറയുന്നത് ഹരിസന്റെ മനസ്സിനെ തളർത്തിക്കളഞ്ഞു. അങ്ങനെ എയർ പോക്കറ്റ് വഴി ഓഫീസർ ക്യാബിനിലെത്തി. അവിടെ നിന്നും മറ്റൊരു എയർ പോക്കറ്റിനെ അടുത്തെത്തി. അപ്പോഴേക്കും ഹരിസൺ വല്ലാണ്ട് ക്ഷീണിച്ചിരുന്നു. കുറെ ശവങ്ങൾക്കൊപ്പം ആരുമില്ലാത്ത കടലിന്റെ അടിത്തട്ടിൽ അദ്ദേഹം മരണത്തിന് മുഖാമുഖം നോക്കി ഇരിക്കുന്നു. അദ്ദേഹത്തെ ഭയം വല്ലാണ്ട് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. ശ്വാസം എടുക്കുന്നതിന്റെ വേഗത കൂടി വന്നുകൊണ്ടിരുന്നു. കൊടും തണുപ്പുള്ള ആ കടലിനടിയിൽ ഒരു കമ്പിയിൽ പിടിച്ചു തൂങ്ങി നിൽക്കുകയാണ് അദ്ദേഹം. സമയം ഏറെ പിന്നിട്ടു. അദ്ദേഹം ഒരു ബോക്സർ മാത്രമേ ധരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വേറൊരു വസ്ത്രവും ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തണുപ്പ് സഹിക്കാൻ വയ്യാതെ ഹൈപ്പർതെർമിയ എന്ന അവസ്ഥയിൽ അദ്ദേഹം എത്തിപ്പെട്ടിരുന്നു. മനുഷ്യ ശരീരത്തിലെ താപനില കുറയുമ്പോഴാണ് ഹൈപ്പർതെർമിയ ഉടലെടുക്കുന്നത്. ശ്വസനഗതി കുറഞ്ഞു വന്നപ്പോൾ ക്യാബിനിലെ മറ്റൊരു എയർ പോക്കറ്റിനെ അടുത്തെത്തി. അതിവേഗതയിൽ ശ്വാസം വലിച്ചെടുത്തു. അങ്ങനെ സമയം മണിക്കൂറുകളോളം പിന്നിട്ടപ്പോൾ മരണത്തെ ഭയന്ന് ആ കൈ കുറച്ചുകൂടെ മുറുക്കി പിടിച്ച് തൂങ്ങിക്കിടന്നു. സമയം ഉച്ച കഴിയാറായി. കഴുത്തിന് താഴെയുള്ള എല്ലാ സ്ഥലവും വെള്ളത്തിലാണ്. ശരീരമാകെ തണുത്തു വിറച്ചു മരവിച്ചുപോയി. വലിയ മീനുകൾ അദ്ദേഹത്തിന്റെ കാലിൽ കൊത്തിവലിക്കാൻ ആരംഭിച്ചു. ഇനിയും അതുപോലെ തുടർന്നാൽ അദ്ദേഹത്തെ മരണം വേട്ടയാടുമെന്നത് അയാളെ ഭയപ്പെടുത്തി തുടങ്ങി. ഹരിസൺ അവിടെ കണ്ട ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ച് പാനൽ പൊട്ടിച്ച് അവിടെ കണ്ട ഒരു മാട്രസ് ചേർത്ത ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം നിർമ്മിച്ചു. അതിൽ കയറിയിരുന്നപ്പോൾ ഐസ് പോലെ തണുത്തുറച്ച വെള്ളത്തിൽ നിന്നും കുറച്ച് രക്ഷ നേടാൻ അന്നേരം അത് വലിയൊരു സഹായം തന്നെയായി മാറി. ഈ സമയം കരയിൽ ബോട്ടിനെ അന്വേഷിച്ച് ഒരുവൻ സന്നാഹം തന്നെ അവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. അവർ കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ബോട്ടിന്റെ മുകളിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ടെങ്കിലും അവിടെയൊന്നും കാണാത്തതിനാൽ അവർ തിരിച്ചുപോയി. രാത്രിയോടടുക്കുന്നു. സൂര്യൻ മാഞ്ഞു പോകുന്നു. പക്ഷെ കടലിന്റെ അടിത്തട്ടിലുള്ള ഹരിസന് സമയമോ ദിവസമോ ഒന്നും അറിയില്ലായിരുന്നു. കൂരിരട്ടത്ത് 2 ദിവസത്തോളമായി പട്ടിണിയിൽ കിടക്കുകയാണ് ഹരിസൺ ഒക്കേനി. കാർബൺ ഡൈ ഓക്സൈഡിന്റെ വർധനവ് അദ്ദേഹത്തിന്റെ ശരീരത്തെ തളർത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹം ഞാൻ മരണത്തിന് കീഴടങ്ങുകയാണെന്ന് മനസ്സിലാക്കി തുടങ്ങി. അവന്റെ വീട്ടുകാരെയും മക്കളെയുമെല്ലാം അവന്റെ മനസ്സിൽ മിന്നിമറിഞ്ഞുകൊണ്ടിരുന്നു. ദൈവവിശ്വാസിയായിരുന്ന ഹരിസൺ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് പ്രാർത്ഥനകളിൽ മാത്രം ഒഴുകി. 60 മണിക്കൂറുകൾക്ക് ശേഷം ഏകദേശം 3 ദിവസത്തോടടുത്ത് റെസ്ക്യൂ ടീം ജാക്സൺ 4 എന്ന ബോട്ടിനെ ഡിറ്റക്ട് ചെയ്തു. റെസ്ക്യൂ ടീമിനും തൊഴിലാളികളുടെ വീട്ടുകാർക്കും പ്രതീക്ഷകൾ ഒട്ടും തന്നെ ഇല്ലായിരുന്നു. കാരണം 3 ദിവസത്തോളം വെള്ളത്തിനടിയിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. വൈകാതെ തന്നെ ജാക്സൺ 4 കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയായ അമേരിക്കൻ വെഞ്ചേഴ്സിന്റെ ഡീപ് ഡൈവേഴ്സ് അടങ്ങുന്ന 6-അംഗ സംഘം എത്തി. അവരെ സഹായിക്കുന്നതിനായി ഡെക്ക് ക്രൂ മെമ്പേഴ്സും ഒരു ടെക്നിക്കൽ സ്റ്റാഫും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കൃത്യസ്ഥലത്ത് മദർ ബോട്ട് നങ്കൂരമിടുന്നു. ഈ 6 പേർ അടങ്ങുന്ന റെസ്ക്യൂ ടീം വെള്ളത്തിനടിയിലേക്ക് ദൗത്യത്തിനായി പുറപ്പെട്ടു. അങ്ങനെ കുറച്ച് ദൂരത്തിൽ നിന്നും അവർ ബോട്ടിന്റെ സാന്നിധ്യം മനസ്സിലാക്കി അവിടേക്ക് എത്തിച്ചേർന്നു. തലകീഴെ കിടക്കുന്ന ബോട്ടിന്റെ ഉള്ളിലേക്ക് കയറുക എന്നത് അത്രയധികം അപകടം നിറഞ്ഞ ഒരു കാര്യമായിരുന്നു.
ഡോർ ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്തതിനാൽ അവർ അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി. ആരും തന്നെ പുറത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. എല്ലാവരും ഇതിനുള്ളിൽ തന്നെ ശ്വാസം മുട്ടി മരിച്ചതാണെന്ന് അവർ പുറത്തുള്ള മദർഷിപ്പിലേക്ക് വിവരമറിയിച്ചു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഉപകരണങ്ങൾ കൊണ്ട് വാതിൽ പുറത്തുനിന്ന് കുത്തി തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. പ്രവേശിച്ചതും 4 ശവശരീരങ്ങൾ അവരുടെ കാലിനടുത്തെത്തി തങ്ങി നിൽക്കുന്നു. വളരെ വേദനാജനകമായ ആ കാഴ്ച പുറത്തുള്ളവർ ക്യാമറയിലൂടെ കാണുന്നുണ്ടായിരുന്നു. അവർ ഒട്ടും സമയം പാഴാക്കാതെ 4 ദിക്കുകളിലായി തിരച്ചിൽ ആരംഭിച്ചു. സൂപ്പർവൈസർ ക്യാമറയും മൈക്രോഫോണും അവർക്ക് തിരച്ചിലിന് വലിയൊരു സഹായകമായി മാറി. ക്യാബിനുള്ളിൽ നിന്നിരുന്ന ഹരിസൻ ആരൊക്കെയോ അകത്തു പ്രവേശിച്ചതിന്റെ അനക്കം കിട്ടിയപ്പോൾ പാതി ജീവൻ പോയ ഹരിസന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരാൻ ആരംഭിച്ചു. തളർന്നു കിടന്നിരുന്ന ഹരിസന് നഷ്ടപ്പെട്ട പ്രതീക്ഷകൾക്ക് തളിരണിഞ്ഞു. അഥവാ ഇനി അവർ ഹാരിസിനെ കാണാതെ തിരിച്ചു പോകുമോ എന്ന ഭയത്താൽ സർവശക്തിയും സംഭരിച്ച് ഉച്ചത്തിൽ നിലവിളിക്കുകയും അതിശക്തമായി ക്യാബിനിൽ മുട്ടി ശബ്ദമുണ്ടാക്കുകയും ചെയ്തു. പക്ഷേ ആരും തന്നെ അവന്റെ വിളി കേട്ടില്ല. അതേറെ നേരം തുടരാനുള്ള ആരോഗ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. 10 മിനിറ്റിന് ശേഷം ആരോ ടോർച്ച് അടിക്കുന്നത് കണ്ട് അവിടെ നിന്നും ചാടി ശ്വാസം അടക്കി പിടിച്ച് വെള്ളത്തിലൂടെ അടുത്തേക്ക് പോയെങ്കിലും അപ്പോഴേക്കും നിരാശ തന്നെയായിരുന്നു ഫലം. തിരിച്ചു വീണ്ടും ക്യാബിനിൽ പോവാൻ നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു ഡൈവർ ആ വഴി കടന്നു വന്നു. ഒട്ടും ആമാന്തിക്കാതെ അവരുടെ കയ്യിൽ ഒരു പിടുത്തമിട്ടു. എന്നാൽ അവരാവട്ടെ ഭയന്ന് മരവിച്ചു. 3 ദിവസങ്ങളോളം വെള്ളത്തിനടിയിൽ കിടന്ന ബോട്ടിൽ ജീവന്റെ ഒരു കണിക പോലും ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയോടെ വന്ന അവരെ അക്ഷരാർത്ഥത്തിൽ അവൻ അത്ഭുതപ്പെടുത്തി. അവരെല്ലാവരെയും വിവരമറിയിച്ചു. പുറത്തുള്ള മദർഷിപ്പിൽ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, "ഈസ് അലൈവ്, ഈസ് അലൈവ്." 60 മണിക്കൂർ ബോട്ടിൽ കിടന്നുകൊണ്ട് ആ എയർ പോക്കറ്റിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലായിരുന്നു. 4 മുതൽ 5% വരെ കോൺസെൻട്രേറ്റഡ് കാർബൺ ഡൈ ഓക്സൈഡ് മനുഷ്യന് ഹാനികരമാണ്. അമിതമായി ശ്വസിച്ചതിനാൽ അദ്ദേഹത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് വിഷബാധ ഏറ്റിരുന്നു. അത് കുറക്കാൻ വേണ്ടി ചൂടുവെള്ളം തിളപ്പിച്ച് ചൂട് പിടിപ്പിക്കുകയും പിന്നീട് ഓക്സിജൻ മാസ്കും മറ്റു ട്രീറ്റ്മെന്റുകളും അദ്ദേഹത്തിന് നൽകി. ആരോഗ്യം വീണ്ടെടുക്കുന്നതിനിടയിലാണ് ഹരിസന് ഡിക്കംപ്രഷൻ സിക്നസ് പിടിപെട്ടിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കിയത്. അഥവാ കടലിന്റെ ആഴങ്ങളിലേക്ക് പോകുന്തോറും ഒരാളുടെ ശരീരത്തിലുണ്ടാവുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓരോ 10 മീറ്ററിലും ഏകദേശം 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ വീതം കൂടുന്ന അവസ്ഥ. അങ്ങനെ പ്രഷർ വർദ്ധിക്കുമ്പോൾ ശരീരത്തിലെ ബ്ലഡിൽ നൈട്രജന്റെ അളവ് കൂടുകയും പെട്ടെന്ന് കരയിൽ എത്തിക്കുന്നത് വഴി ശരീരത്തിലെ പ്രഷർ വേഗം കുറയുകയും നൈട്രജൻ ഗ്യാസ് ശരീരത്തിൽ നിന്നും പുറത്തു ചാടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. ആ സമയം നൈട്രജൻ കുമിളകളായി രക്തത്തിൽ തുടരാൻ ശ്രമിക്കുമ്പോൾ അതുവഴി നാഡീവ്യവസ്ഥ തളരുകയും മരണത്തിലേക്ക് വരെ നയിക്കുകയും ചെയ്യും. അതിനാലൊക്കെ തന്നെ 20 മിനിറ്റോളം ഓക്സിജൻ നൽകി ഡൈവിങ്ങിനായി ഉപയോഗിക്കുന്ന ഹെൽമറ്റ് ഹാരിസിനെ ഘടിപ്പിച്ചു. ഡൈവിംഗ് ബാൾ എന്നറിയപ്പെടുന്ന ഡൈവേഴ്സിന് മാത്രം ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിജിഡിക് ചാമ്പറിലേക്ക് അദ്ദേഹത്തെ മാറ്റി. ശേഷം പ്രഷർ നോർമൽ ആവാൻ വേണ്ടി കംപ്രഷൻ ചാമ്പറിലേക്ക് മാറ്റി. വീണ്ടും 2 ദിവസം കഴിഞ്ഞു മാത്രമാണ് അദ്ദേഹത്തെ കരയിലെത്തിച്ചത്. വിഷമകരമായ വാർത്ത എന്തെന്നാൽ ബാക്കിയുള്ള 12 പേരും മരണപ്പെട്ടിരുന്നു എന്നതാണ്. ദുരന്തത്തിന് ശേഷം ഹാരിസൺ ഒക്കേനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് സമയമെടുത്തു എങ്കിലും ഇന്നിപ്പോൾ നൈജീരിയയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഡൈവിംഗ് എക്സ്പേർട്ടാണ് അദ്ദേഹം. ജീവിതത്തിൽ എത്ര വലിയ സാഹചര്യങ്ങളാണെങ്കിലും നാം മനസ്സുവെച്ചാൽ നമുക്കെന്തും നേടിയെടുക്കാമെന്നതിന് ഇന്ന് ജീവനിൽ തെളിയിച്ച ഒരു ഉത്തമ ഉദാഹരണമാണ് ഹാരിസൺ ഒക്കേനി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.